അതില് പിന്നെ സങ്കലനം വ്യവകലനം നിങ്ങൾക്ക് ഓക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാൻ നോക്കട്ടെ. കാരണം വിത്ത് ബോർഡൊക്കെ ആകുമ്പോഴേ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. നമുക്ക് ആലോചിക്കാം. പിന്നെ ഇന്ന് നമ്മള് അത് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ കുറച്ചുകൂടി ഒന്ന് ലെവലാവട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ. ഇനി ഇതില് പിന്നെ ഗുണനം എന്നുള്ളത്, ഗുണനത്തിന് പല വഴികൾ, എളുപ്പവഴികളുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു എളുപ്പവഴി എന്ന് പറയുന്നത്, നമുക്ക് പിന്നെ ഗുണനത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മൂന്നക്ക സംഖ്യകളാണ് തമ്മിലാണ് ഗുണിക്കുന്നതെങ്കിൽ എത്ര 3 സ്റ്റെപ്പ് വരും അല്ലേ? പിന്നെ അതെല്ലാം കൂടി കൂട്ടണം. അതൊക്കെയാണ് നമ്മുടെ പ്രയാസമായിട്ട് വരുന്നത് ഗുണനത്തിന്. അപ്പൊ അതിന് ഒറ്റ സ്റ്റെപ്പ് തന്നെ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോ ഉദാഹരണത്തിന് ഞാനൊരു ഇത് കാണിച്ചു തരാം. ഓക്കെ, 24 ഇൻറ്റു 18 നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒറ്റയടിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നത്. എനിക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. നമുക്ക് ഒറ്റയുടെ സ്ഥാനത്ത് 8ഉം 4ഉം ആണ്. നമുക്കറിയാം 8 4 32 32. അപ്പൊ അതിന് പകരം 2 എഴുതി. ബാക്കി 3 നമ്മളെ കയ്യിലുണ്ട്. 3 നിൽക്കട്ടെ. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ 18-ലെ 8 കൊണ്ട് നമ്മളെ 24-ന്റെ 10-ന്റെ സ്ഥാനത്തുള്ള 2-നെ ഗുണിക്കുക. അതായത് ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഒറ്റയുടെ കൊണ്ട് 10-നെ ഗുണിക്കുക, 10 കൊണ്ടുള്ളത് ഒറ്റയുടെ ഗുണിക്കുക. ആ രീതിയിൽ ചെയ്താൽ എങ്ങനെ കിട്ടും? ഇതൊക്കെ എന്താ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല അറിയണോ? ഞാൻ ചോദിച്ചപ്പോ ഒരു കോള് വന്നു, അതുകൊണ്ടാണ് കോള് വന്നോണ്ടിരിക്കുന്നത്. അതെന്താ പറഞ്ഞത്? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 8-നെ 8 ഒറ്റയാണ്. 8 × 2 എത്ര? 24 10-ന്റെ സ്ഥാനം. 8 × 2 16. 16. പിന്നെ 4 × 1 4. 4 × 1 4. അപ്പൊ 16ഉം 4ഉം എത്രയാ? 20. നേരത്തെ നമ്മളെ കയ്യിലൊരു 3 ഉണ്ട്. അപ്പൊ എത്രയായി? 23 ആയി. 23. ആ 23-ല് ഇനിയിപ്പോ പിന്നെ നമ്മൾ 3 എഴുതുക. 23-ല് 3 എഴുതുക. 23-ല് 3 എഴുതുക. അത് ആദ്യം ചെറിയ ഉണ്ടാവുന്ന തപ്പലുണ്ടാവുന്നത്, പിന്നെ എളുപ്പമാണ്. 23-ല് 3 എഴുതി. ഇനി വേണ്ടത് പിന്നെ 10-ന്റെ സ്ഥാനത്തുള്ളത് 1 × 2. 2. ആ 2ഉം നമ്മളെ കയ്യിലുള്ള 2ഉം ഉണ്ട്. അതുകൂടി കൂട്ടി എത്രയായി? 4ആയി. അതാണ് അതിന്റെ ഉത്തരം. നിങ്ങൾ താഴെ ഒന്ന് എഴുതും. പിന്നെ ഇവിടെ ഈ വൈറ്റ് ബോർഡ് ആകുമ്പോൾ ക്ലിയർ ആവുന്നില്ല, അതൊന്നും പ്രശ്നമുണ്ട്. നിങ്ങൾ എഴുതിക്കോളൂ, ഞാൻ പറഞ്ഞു തരാം. 24 × 18 എഴുതും. ആൻസർ 432 കഴിഞ്ഞു. നിങ്ങൾ പിന്നെ 24 മുകളിൽ എഴുതുക, ഇൻറ്റു താഴെ 18 എഴുതുക. 24 × 18. 18 താഴെ എഴുതും. എഴുതിയോ?
അത് ഞാൻ ആദ്യം സാറ് പറഞ്ഞ സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. 432 എനിക്ക് കിട്ടി. കിട്ടി. ഞാൻ ഈ ചെയ്ത രീതി തന്നെയാണ് ചെയ്തത്. ആ രീതിയിൽ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെയ്തായിരുന്നു. ഓക്കെ ഉണ്ട് അല്ലേ? ഇത് എളുപ്പമാണോ? അല്ല, രണ്ട് രീതിയിലും ഞാൻ ചെയ്തു. രണ്ട് രീതിയിലും കിട്ടുന്നുണ്ട്. 432 തന്നെയാണ്. ഏതാ എളുപ്പം? എളുപ്പം സാറ് പറഞ്ഞതാണ്. പക്ഷെ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഇല്ല, വലിയ ഒന്നുമില്ല. സംഖ്യ അത് ആദ്യം നമ്മൾ വലതുഭാഗത്ത് നിങ്ങൾ പോരുക. ആദ്യം വലതുഭാഗത്ത് ഓക്കെ, ശോഭയ്ക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് വലതുഭാഗത്ത് നിന്ന് പോരുക. വലതുഭാഗത്ത് 8ഉം 4ഉം ആണ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അവിടെ പിന്നെ എന്ത് എഴുതുക? ആ ഒറ്റയുടെ സ്ഥാനത്തുള്ള എഴുതുക. പിന്നെ ക്രോസ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് ഒരു ഇത് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് വിടാം. പിന്നെ 10ന്റെ സ്ഥാനത്ത് തമ്മിലൊന്ന് ഗുണിക്കുക. ഓക്കെ, 8 16 4 പിന്നെ 1 2 2 2 നേരത്തെ 2 4 ഇത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നുകൂടി ചെയ്ത് നോക്കിയാൽ അത് റെഡി ആവുന്നുണ്ടാവും. 8 4 84 എഴുതിക്കോളും. താഴെ നിങ്ങൾ തന്നെ എഴുതിക്കോളും. 84 ഇൻറ്റു 5 7 ഇൻറ്റു 57 57 താഴെ എഴുതിയാൽ മതി. വൈറ്റ് ബോർഡിൽ താഴെ എഴുതാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. എന്റെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ പറയാം. എന്താ വേണം? ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. ആദ്യം 7 8 56 വരും. അല്ല, ഒറ്റയുടെ സ്ഥാനത്ത് 7 4 28 7 4 28 ഓക്കെ. 28 എട്ട് എഴുതാം. 8 എഴുതും. രണ്ട് കയ്യിലുണ്ട് അവിടെ നിന്നുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഇനി ക്രോസ് ചെയ്യണം. ഇനി 7 8 56 ആ 4 5 20 ബാക്കി എത്ര ഉള്ളത്? അത് രണ്ടും കൂടി കൂട്ടല്ലേ വേണ്ട ആദ്യം? അല്ല, നമ്മളെ കയ്യിൽ എത്ര ഉണ്ടല്ലോ. കയ്യിലുള്ള രണ്ടും അതും കൂട്ടണം. അപ്പൊ എത്രയായി? അപ്പോ 78. 78 76 എത്ര വരുന്ന നോക്കാം. അല്ല, 56ഉം 2 8 വരും. 78 വരും. 78 ആയോ? ആയിക്കോട്ടെ, 78 അംഗീകരിച്ചു. ഓക്കെ, റെഡി. 78 എത്ര എഴുതാം? 78 8 എഴുതാ. 78 8 എഴുതാം. ബാക്കി അവിടെ നിന്നോട്ടെ. ഇനിയോ? ഇനി ഏതായാലും ഇനിയോ 10ന്റെ സ്ഥാനത്തുള്ള ഗുണിച്ചാൽ മതി. 8 5 40. 40. ബാലൻസ് എത്ര ഉണ്ട്? ഒരു 7 47. 4788 എന്ന് കിട്ടും അല്ലേ? റെഡി അല്ലേ? +7 4778 അല്ലേ? 4788 അല്ലേ? 88 788 വരിക. ഒന്നുകൂടി നോക്കൂ. ഇത് ശരിക്ക് പിന്നെ ചെയ്യേണ്ടത് അങ്ങനെയല്ല. ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. അതുകൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പോ ഇങ്ങനെ കൂട്ടണം എന്നില്ല യഥാർത്ഥത്തിൽ. ഇത് ചിലപ്പം തെറ്റിപ്പോവും. ഇല്ല, തെറ്റിപ്പോകുന്നില്ല. ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. പക്ഷേ വൈറ്റ് ബോർഡിലാണ് ക്ലിയർ ആക്കി തരാൻ പറ്റില്ല. വൈറ്റ് ബോർഡിൽ അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മളെ മറ്റേ ബോർഡിൽ ചെയ്യണ പോലെ ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൽ ഇത്രേ ഉള്ളൂ. നമ്മളൊന്നും ആലോചിക്കരുത്. വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കൂട്ടലൊക്കെ പിന്നെ ചെയ്താൽ മതി യഥാർത്ഥത്തിൽ. ഇപ്പൊ 4 ഒരു ഉദാഹരണം പറഞ്ഞു. 4 7 28 അല്ലേ? ഫസ്റ്റത്തെ നോക്കൂ. 4 7 28 എന്ത് എഴുതാം? 8 മുകളിൽ എഴുതാം.
2 തൊട്ട് താഴെയിട്ട് എഴുതുക. തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഇടതു ഭാഗത്തായിട്ട് 8 എന്ന് എഴുതിയിട്ട് തൊട്ട് താഴെ ഇടതു ഭാഗത്ത് 2 എന്ന് എഴുതിയിട്ടാൽ മതി. അപ്പൊ അവിടെ കഴിഞ്ഞു, അത് കഴിഞ്ഞു. പിന്നെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പിന്നെ ചെയ്താൽ മതി. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എങ്ങനെ വരും? 7 8 56, 4 20 കൂട്ടുമ്പോൾ 76. അപ്പൊ 6 മുകളിൽ എഴുതുക, 7 അതിന്റെ ഇടത് ഭാഗത്ത് താഴെയായിട്ട് അതിനോട് ചേർന്നിട്ട് എഴുതുക. മനസ്സിലാവുണ്ടോ? ആ പിന്നെ I8 40. 40-ല് 0 മുകളിൽ എഴുതുക, 4 അതിനോട് തൊട്ട് താഴെ 4 ഇടത് ഭാഗത്തായിട്ട് 4 എന്ന് എഴുതുക. എന്നിട്ട് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കൂട്ടി വന്നാൽ മതി. അപ്പൊ അതിനേക്കാൾ എളുപ്പമാണ്. അപ്പൊ ആദ്യം 8 എന്ന് വരും, പിന്നെ ഈ താഴെ 2 ഉണ്ട്, ഇപ്പുറത്ത് 6 ഉണ്ട്. 2 6 8. ഈ 40 വരുന്നില്ലേ സാറേ? ആ 40 ഒന്നിച്ചിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 40 ഒരുമിച്ച് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഞാനിത് നിങ്ങളെ പിന്നെ ഒരു ഇതിലേ പേപ്പറിൽ ഇപ്പൊ തന്നെ വേണമെങ്കിൽ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഈസി ആവും എനിക്ക് തോന്നുന്നു. വാട്സാപ്പിൽ ഇട്ട് തരാം. അതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഇത് എന്നാലും എനിക്ക് കൂടുതൽ മനസ്സിലാവും റൂട്ട് എങ്ങനെയാണെന്ന്. ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ. അല്ല കൺഫ്യൂഷൻ അല്ല, മറ്റത് കുറച്ചുകൂടി ഈസിയാണ്. 1 മിനിറ്റ്. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ വാട്സാപ്പിൽ ഇട്ടു കേട്ടോ. ഞാനത് പിന്നെ ഇയാൾ നിങ്ങളുടെ ഇട്ടിട്ടുണ്ട്. ജിതിന്റെ ആദ്യം ശുഭയ്ക്ക് കൂടി അയച്ചു കൊടുക്കും. എനിക്ക് അയച്ചതാ? അയച്ചില്ല, കിട്ടിയില്ലേ? നോക്കട്ടെ. എഴുതുന്ന രീതി ഞാൻ അയച്ചിട്ടുണ്ടേ, നോക്കിക്കളെ. പിന്നെ ജിതിന് മനസ്സിലായില്ലേ അത്?
കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും എളുപ്പ വഴി. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ സൈഡിക്ക് ഇങ്ങനെ കൂട്ടി പോകാനാണ്. അത് കുറച്ച് ചെയ്തിട്ട് ശീലിക്കണം, പെട്ടെന്ന് അത് ആവണില്ല. അതെ, അതിൽ ഓർഡർ എങ്ങനെയാ? ആ ഓർഡറും കൂടി ഞാൻ പിന്നെ വേണമെങ്കിൽ ചെയ്തു തരാം. ഒരു ഓർഡറും കൂടിയും അത് സ്റ്റെപ്പ് ചെയ്തു തരാം. എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? എന്താണ് ആദ്യം ചെയ്തപ്പോ തെറ്റിപ്പോയി അറിയാം, അത് 2 ആൻസർ കമന്റ് ചെയ്തേ. അത് ഞാൻ കണ്ടു. പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് പിന്നെ കിട്ടിയത്. അല്ല, ഇത് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ രീതിയാണ് നിങ്ങൾക്ക് ഈസി എങ്കിൽ അത് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞത് ഇത് ഇന്ന രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് എവിടെയും പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ ഈസി അത് ചെയ്യാം. ടൈം ഇതാണ് എളുപ്പം, പക്ഷെ ഒന്നുകൂടി ചെയ്ത് പ്രാക്ടീസ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഇതും പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഗുണനപ്പട്ടിക. ഗുണനപ്പട്ടിക അറിയില്ലെങ്കിൽ കൃത്യമായി പഠിക്കേണ്ടതാണ്. എന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. പ്രാക്ടീസ് ചെയ്യണം. ഇതിന് പിന്നെ ഒരു പ്രോബ്ലം കൂടി ഇട്ട് തരാൻ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. 63 × 5 6. ഇതേ രീതിയിൽ 63 × 56. 63 × 5 6. 63 × 56. ഓക്കെ, ശുഭ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണ്. ജിതിൻ ഓക്കെ അല്ലേ? ഓക്കെ. 3518. അല്ല, 28. ചെറിയൊരു മിസ്സിംഗ് പറ്റിയതായിരിക്കും. സാറില്ല, എവിടെയെങ്കിലും ചെറിയൊരു മിസ്സിംഗ് പറ്റിയിട്ടുണ്ട്. 63 × 56 അല്ലേ പിന്നെ? 5 6. ശരി. അടുത്തേ ഇനിയിപ്പോ നമ്മള് പിന്നെ 3528. 2 അക്ക സംഖ്യയിലാണ് എടുക്കുന്നത്. അപ്പൊ തന്നെ നമുക്കിപ്പോ 8 മണി കഴിഞ്ഞു. ഒരു 2 പ്രോബ്ലം കൂടി ഇതിൽ തന്നെ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാവും നല്ലത്. 3 അക്കത്തിന്റെ നാളെ സ്റ്റാർട്ട് ചെയ്യാവും നല്ലത് അല്ലേ? 3ന്റെ കൂടി പഠിച്ചു കഴിഞ്ഞാൽ 4 നിങ്ങൾക്ക് അധികം വരുന്നില്ല. 4 അക്കങ്ങളൊന്നും വല്ലാതെ വരില്ല. 4 അക്കങ്ങൾ 5 അക്കങ്ങളൊക്കെ ഇതേ രീതിയിൽ ചെയ്യാം. പക്ഷെ അത് നോക്കണ്ട, നമുക്ക് 3 അക്കം വരെയൊക്കെ മതി. 4 അക്കം ആകുമ്പോ ആവശ്യം ഈ ഒരു സംഭവം കൺഫ്യൂഷൻ. ഞാൻ മറ്റേ രീതിയിൽ ചെയ്തിട്ട് തന്നെ എനിക്ക് കിട്ടാൻ പറ്റും. ഓക്കെ, ഇതിന് അതാണ് ഈസി എങ്കിൽ അത് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇന്ന രീതി ഇത് എന്താ വെച്ചാൽ ഇത് ഒറ്റ ലൈനിൽ തീരും പ്രശ്നം. മറ്റേ നിങ്ങൾ 3 വരി എഴുതണം, പിന്നെ അത് കൂട്ടണം, അങ്ങനെയൊക്കെ ഇത് കൂട്ടലൊക്കെ അതിന്റെ കൂടെ നടക്കും.
ഇതൊരു നാക്കായാൽ എളുപ്പം ഇതാണ്. അതെ, നാക്കായില്ല. ശുഭ ഒരു അഭിപ്രായം പറയും, ഇതാണ് അതാണ് എളുപ്പം. എന്താ വെച്ചാൽ നമ്മള് കൊറേ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യണത്. അപ്പൊ ഏത് ഈ അതൊന്ന് വഴിക്ക് തന്നെയാ ചെയ്യണേ? അല്ല മറ്റേ വഴിക്ക് സാധാരണ ചെയ്യുന്നു. കൂട്ടിയിട്ടല്ലേ ചെറുപ്പം മുതലേ പഠിച്ചത്. അതെ 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 അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ആകുമ്പോ ഇത് ചെയ്ത് പ്രാക്ടീസ് ആയി വന്നതാണ് എളുപ്പം. അതെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഉം. ഞാനൊരു കണക്കൂടി തരാം. 18×92. പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ. 18×92. ഓക്കെ ശുഭ, ഓക്കെ. ജിതിൻ, ഓക്കെ. ആ ആയില്ല. ഓക്കെ. 7, 75 7. ആയിരത്തി 756. അല്ല, 1650. 1656. അതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഞാനിവിടെ ക്ലാസ് ശരി ശരി. തൽക്കാലം ക്ലാസ് നിർത്തുകയാണ്, കാരണം സമയം ആയിട്ടുണ്ട്. നമ്മള് അതേ റൂട്ടിൽ തന്നെ പോട്ടെ. നിങ്ങൾ വീട്ടിൽ അവിടെ നിന്ന് നിങ്ങൾ കുറെ പ്രോബ്ലംസ് ഇതേപോലെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം 2 അക്കത്തിന്റെ. അത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇത് ഉറച്ചിട്ട് നമുക്ക് 3 അക്കത്തിന്റെ പറഞ്ഞു തരാം. നാളെ പറഞ്ഞു തരാം 3 അക്കത്തിന്റെ എങ്ങനെയാണ് 3 അക്കങ്ങളാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്. കുറച്ചൊക്കെ വാട്സപ്പിൽ ചെയ്തും തരാം, അതാവും നല്ലത്. കാരണം വൈറ്റ് ബോർഡിൽ കുറച്ച് തടസ്സങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓക്കെ, നമ്മൾ ഇന്ന് നിർത്തുകയാണ്. ഇന്ന് ശുഭ ഇതിനെപ്പോഴും അഭിപ്രായം പറയുന്നതുകൊണ്ട് ശുഭ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചൊരു ചെറിയൊരു റിവ്യൂ പോലെ ഗ്രൂപ്പിലൊന്നുമില്ല. ഓക്കെ സാർ. ഓക്കെ ശരി. ഓക്കെ, തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night.